നമസ്കാരം. PS ട്രിക്സിൻ്റെ ഡെയിലി കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് 20/1/2025 ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. ഓക്കെ അല്ലേ? അപ്പം ഒന്നാമത്തെ ചോദ്യം ഇതാണ്: എസ് ഗുപ്തൻ നായർ ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? എന്താണ് കൂട്ടുകാരെ? എസ് ഗുപ്തൻ നായർ ഫൗണ്ടേഷൻ പുരസ്കാരം. ഓർത്തു വെച്ചോ, PS ചോദിക്കും. ആർക്കാണ്? എസ് ഗുപ്തൻ നായർ സ്മാരക പുരസ്കാരം ലഭിച്ച ആർക്കാണ്? SK വസന്തനാണ്. ആർക്കാണ് കൂട്ടുകാരെ? SK വസന്തൻ. അപ്പം എസ് ഗുപ്തൻ നായർ ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായത് SK വസന്തനാണ്. SK വസന്തൻ. ഈ പുരസ്കാര തുക എത്രയാണ്? എസ് ഗുപ്തൻ നായർ ഫൗണ്ടേഷൻ പുരസ്കാരം 75,000 രൂപ നോവലിസ്റ്റും നിരൂപകനും ചരിത്രകാരനുമായ പ്രൊഫസർ SK വസന്തന് ലഭിച്ചു. ഇനിയോ, ഫെബ്രുവരി 9 മാവേലിക്കര AR സ്മാരകത്തിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും. ഓർത്ത് വെച്ചോ, 25,000 രൂപയാണ് എന്താണ് എസ് ഗുപ്തൻ നായർ പുരസ്കാരത്തിന് നൽകുന്നത്. ആർക്ക് ലഭിച്ചു? SK വസന്തൻ. ഓക്കെ. ഇനി സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് അല്ലെങ്കിൽ CRPF ഡയറക്ടർ ജനറലായി നിയമിതനായത് ആരാണ്? എന്താണ്? സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് അല്ലെങ്കിൽ CRPFൻ്റെ ഡയറക്ടർ ജനറലായി നിയമിതനായത് ആരെന്ന് ചോദിച്ചാൽ പറയണം. അതാരാണ്? എന്താണ്? ആരാണ്? നമ്മുടെ സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് CRPF ഡയറക്ടർ ജനറലായി അസം DGP ജ്ഞാനേന്ദ്ര പ്രതാപ് സിംഗിനെ കേന്ദ്ര സർക്കാർ നിയമിച്ചു. എന്താണ്? ജ്ഞാനേന്ദ്ര പ്രതാപ് സിംഗ് CRPFൻ്റെ നിലവിലെ ഡയറക്ടർ ജനറൽ ആരാണ്? അത് ജ്ഞാനേന്ദ്ര പ്രതാപ് സിംഗിനെയാണ് അല്ലേ. അസം മേഘാലയ കേഡർ 1991 ബാച്ച് IPS ഉദ്യോഗസ്ഥനായി നമ്മുടെ ജ്ഞാനേന്ദ്ര പ്രതാപ് സിംഗ്. അപ്പം എന്താണ്? GP സിംഗ് CRPF ഡയറക്ടർ, അതായത് എന്താണ്? DGP ജ്ഞാനേന്ദ്ര പ്രതാപ് സിംഗ് ആണ് GP സിംഗ് ആയിട്ട് എന്താണ് നമ്മൾ പറഞ്ഞത്. ഇപ്പം ജ്ഞാനേന്ദ്ര പ്രതാപ് സിംഗ് CRPFൻ്റെ ഡയറക്ടർ ജനറലായി നിയമിതനായി. അതും കൂടി ഓർത്തു വെക്കാം. ഇനി 2025 പ്രഥമ കൊക്കോ ലോകകപ്പ് പുരുഷ വനിതാ കിരീടം നേടിയതാരാണ്? അത് ഇന്ത്യയാണ്. ഓർത്തു വെച്ചോ, ആരാണ്? ഇന്ത്യ. 2025 പ്രഥമ കൊക്കോ ലോകകപ്പ് അല്ലേ, പുരുഷ വനിതാ കിരീടം നേടിയതാരാണ്? അത് ഇന്ത്യയാണ്. ഇനി ഇന്ത്യൻ പുരുഷ വനിതാ ടീമുകൾ നേപ്പാളിനെ പരാജയപ്പെടുത്തിയാണ് കിരീടം നേടിയത്. ഇന്ത്യൻ പുരുഷ വനിതാ ടീമുകൾ ആരെ പരാജയപ്പെടുത്തിയിട്ടാണ്? നേപ്പാളിനെ പരാജയപ്പെടുത്തിയിട്ടാണ് അല്ലേ. എങ്കിൽ കൊക്കോ പുരുഷ ടീമിൽ ഇടം നേടിയ മലയാളിയാണ് B നിഖിൽ. ഓർത്തു വെച്ചോ, ആരാണ്? B നിഖിൽ. PS ചോദിക്കാട്ടോ. കൊക്കോ പുരുഷ ടീമിൽ ഇടം നേടിയ ഏക മലയാളിയാണ് ആര്? B നിഖിൽ. ഇനി കൊക്കോ ലോകകപ്പ് വേദി എവിടെയാണ്? ഡൽഹി. ഇത് ഓൾറെഡി PS ചോദിച്ചു എന്നാണ്. PYQ ആണ്. PYQ ഇത് ഓൾറെഡി PS ചോദിക്കുകയും ചെയ്തതാണ്. കൊക്കോ ലോകകപ്പ് വേദി എവിടെയാണ്? ഡൽഹിയാണ്. ഇനി ഇന്ത്യൻ കൊക്കോ ടീമിനെ സ്പോൺസർ ചെയ്യുന്ന സംസ്ഥാനമാണ് ഏത്? ഒഡീഷ. ഏതാണ് കൂട്ടുകാരെ? ഒഡീഷ. ഓർത്തു വെച്ചോ, ഇന്ത്യൻ കൊക്കോ ടീമിനെ സ്പോൺസർ ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് കൂട്ടുകാരെ? അത് ഒഡീഷയാണ്. ഏതാണ്? ഒഡീഷ. ഇതെന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചോ, ചോദിക്കും. ഓക്കെ അല്ലേ? യെസ്. ഇനി നെക്സ്റ്റ് എന്താണ്? ടെൻസിംഗ് നോർഗെ ദേശീയ സാഹസിക പുരസ്കാരം ലഭിച്ചത് ജിതിൻ വിജയൻ. ആർക്കാണ്? ജിതിൻ വിജയൻ. ഓർത്തു വെച്ചോ, എന്താണ്? ടെൻസിംഗ് നോർഗെ ദേശീയ സാഹസിക പുരസ്കാരം ലഭിച്ചത് ജിതിൻ വിജയനാണ്. ആർക്കാണ്? ജിതിൻ വിജയൻ. ഓക്കെ അല്ലേ? ഓർത്തു വെക്കണേ. യെസ്. ഇനി നെക്സ്റ്റ് മസ്തിഷ്കാഘാതം വീണ്ടെടുക്കുന്നതിനായി ലോകത്തിലെ ആദ്യത്തെ റോബോട്ടിക് ഹാൻഡ് എക്സോസ്കെൽട്ടൻ വികസിപ്പിച്ചെടുത്തത് IIT കാൺപൂരാണ്. അതാണ് IIT കാൺപൂർ. എന്താണ് വികസിപ്പിച്ചെടുത്തത്? മസ്തിഷ്കാഘാതം വീണ്ടെടുക്കുന്നതിനായി ലോകത്തിലെ ആദ്യ റോബോട്ടിക് ഹാൻഡ് എക്സോസ്കെൽട്ടൻ വികസിപ്പിച്ചെടുത്തത് IIT കാൺപൂരാണെന്നും കൂടി ഓർത്തു വെക്കണേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എന്താണ്? കാലാവസ്ഥാ ദുരന്തങ്ങൾ മുൻകൂട്ടി അറിയുന്നതിനും പ്രവചിക്കുന്നതിനുമുള്ള സാങ്കേതികവിദ്യ വികസിപ്പിച്ച സംഭാവനകൾ അതിതീവ്ര കാലാവസ്ഥാ പ്രഖ്യാപനങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ അന്താരാഷ്ട്ര പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ S അഭിലാഷനാണ്. ആർക്കാണ്? ഡോക്ടർ S അഭിലാഷൻ. എന്തിനുള്ളതാണ്? കാലാവസ്ഥാ ദുരന്തങ്ങൾ മുൻകൂട്ടി അറിയുന്നതിനും പ്രവചിക്കുന്നതിനുമുള്ള സാങ്കേതികവിദ്യ വികസിപ്പിച്ച സംവിധാനങ്ങൾ, അതുപോലെ തന്നെ അതിതീവ്ര കാലാവസ്ഥ പ്രഖ്യാപനങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് അന്താരാഷ്ട്ര പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ S അഭിലാഷനാണ്. ഓക്കെ അല്ലേ? ഇനി ഇന്ത്യയിലെ ആദ്യത്തെ പറക്കുന്ന ടാക്സി പ്രോട്ടോടൈപ്പാണ് ഇത് ശൂന്യ ടാക്സി പ്രോട്ടോടൈപ്പ്. എന്താണ്? ഇന്ത്യയിലെ ആദ്യ പറക്കുന്ന ഫ്ലൈയിങ് ടാക്സി പ്രോട്ടോടൈപ്പാണ് ശൂന്യ. എങ്കിൽ PS ചോദിക്കുന്നതാണ്, കേന്ദ്ര ഘന വ്യവസായ അല്ലെങ്കിൽ ഉരുക്ക് മന്ത്രി ആരാണ്? HD കുമാരസ്വാമി. കേന്ദ്ര
ഘന വ്യവസായ ഉരുക്കു മന്ത്രി ആരെന്ന് ചോദിച്ചാൽ പറയണം, ഞാനാണ് HD കുമാരസ്വാമി എന്നുകൂടി ഓർത്തു വെക്കുക. ഓക്കെ അല്ലേ? ഇനി പ്രതിരോധത്തിലും നിയമനിർമ്മാണത്തിലും യുവാക്കളെ ശാക്തീകരിക്കാൻ ലക്ഷ്യമിട്ടുള്ള പാർത്ത് യോജന പദ്ധതി ആരംഭിച്ചത് മധ്യപ്രദേശാണ്. എന്താണ് പാർത്ത് യോജന പദ്ധതി? പ്രതിരോധത്തിലും നിയമനിർമ്മാണത്തിലും യുവാക്കളെ ശാക്തീകരിക്കാൻ ലക്ഷ്യമിട്ടുള്ള പാർത്ത് യോജന പദ്ധതി ആരംഭിച്ചത് മധ്യപ്രദേശാണ്. ആരാണ്? മധ്യപ്രദേശ്. ഓക്കെ അല്ലേ? യെസ്. ഇനി പാകിസ്ഥാൻ്റെ എന്താണ് പ്രാദേശിക ഉപഗ്രഹം വിക്ഷേപിച്ച് പാകിസ്ഥാൻ അല്ലേ? അപ്പോൾ പാകിസ്ഥാൻ വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ്? EO-1 എന്ന ഉപഗ്രഹമാണ് വിക്ഷേപിച്ചത്. ഇതാണ് EO-1. ഓക്കെ അല്ലേ? ഇനി കുടുംബശ്രീ മിഷൻ സംഘടിപ്പിച്ച സീറോ വേസ്റ്റ് മാനേജ്മെൻറ്റിനെ കുറിച്ചുള്ള ദ്വിദിന അന്തർദേശീയ കുട്ടിയുടെ ഉച്ചകോടി വേദി എവിടെയാണ്? അത് തിരുവനന്തപുരമാണ്. എവിടെയാണ്? തിരുവനന്തപുരം. കുടുംബശ്രീ മിഷൻ സംഘടിപ്പിച്ച സീറോ വേസ്റ്റ് മാനേജ്മെൻറ്റിനെ കുറിച്ചുള്ള ദ്വിദിന അന്തർദേശീയ കുട്ടികളുടെ ഉച്ചകോടി വേദി എവിടെയാണ്? അത് തിരുവനന്തപുരമാണ്. ഏതാണ്? തിരുവനന്തപുരം. ഓക്കെ അല്ലേ? ഇനി കേരളത്തിൽ പ്രകൃതി ദുരന്തങ്ങൾ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകാനായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിക്കുന്ന സമഗ്ര മുന്നറിയിപ്പ് സംവിധാനമാണ് കവച്. ഏതാണ്? കവചം. എന്താണ്? കവചം. കേരളത്തിൽ പ്രകൃതി ദുരന്തങ്ങൾ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകാനായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിക്കുന്ന സമഗ്ര മുന്നറിയിപ്പ് സംവിധാനമാണ് കവച് അല്ലേ? ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി, ലോക ബാങ്ക് എന്നിവയുടെ സഹായത്തോടെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയാണ് കവചം സംവിധാനം തയ്യാറാക്കുന്നത്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. ഓർത്തുവെക്കുക, കേന്ദ്ര സംസ്ഥാന ഇതല്ല, കേന്ദ്രമല്ല, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയാണ് കവചം സംവിധാനം തയ്യാറാക്കിയത്. ഓക്കെ അല്ലേ? ഇനി യെസ്, കവചം കേരള വാർണിംഗ് ക്രൈസിസ് ആൻഡ് ഹസാർഡ്സ് മാനേജ്മെൻറ്റ് സിസ്റ്റം. ഓക്കെ, യെസ്, എന്നാണ് കേരള വാർണിംഗ് ക്രൈസിസ് ആൻഡ് ഹസാർഡ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. ഇനി 2024-25 വിജയ് ഹസാരെ ട്രോഫി ക്രിക്കറ്റ് നേടിയത് കർണാടകയാണ്. അതും കൂടി ഓർത്തു വെക്കുക. എന്താണ്? 2024-25 വിജയ് ഹസാരെ ട്രോഫി കിരീടം നേടിയത് കർണാടകയാണ്. അതും കൂടി ഓർത്തു വെക്കുക. ഓക്കെ അല്ലേ? ഇത്രയും ചോദ്യങ്ങളാണ് ഈ കറണ്ട് അഫയേഴ്സ് വീഡിയോയിൽ, ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തത്. ഇപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കുട്ടികൾ എന്താക്കുക? നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോന് താഴെ രേഖപ്പെടുത്തുക. ഓക്കെ അല്ലേ? വീണ്ടും മറ്റൊരു ക്ലാസ് കാണാം. അതൊരു ബൈ. സീ യു.